ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ. നമ്മളിന്ന് കാണിക്കണത് വൈഗാട്ട യൂണിവേഴ്സിറ്റി, ന്യൂസിലാൻഡിലുള്ള വൈഗാട്ട യൂണിവേഴ്സിറ്റിയെ കുറിച്ചാട്ടോ. ഇതാണ് വൈഗാട്ട യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കയറുമ്പോഴുള്ള ഫസ്റ്റ് ഗേറ്റ് വഴി കയറുമ്പോഴുള്ള സ്റ്റുഡൻസിൻ്റെ ഹെൽത്ത് സെൻ്റർ ആട്ടോ ഈ കാണുന്നത്. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. ഇത് അതിൻ്റെ മുമ്പിലുള്ള ഈ വൈഗാട്ട യൂണിവേഴ്സിറ്റിയുടെ ഒരു കാർ പാർക്കിംഗ് ആട്ടോ. ഒരുപാട് കാർ പാർക്കിങ്ങുകളും ഒരുപാട് ഗേറ്റുകളും ഉണ്ട്. എൻ്റെ അറിവിൽ 10-12 ഗേറ്റിൻ്റെ അടുത്തേക്ക് ഉണ്ട് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത്. ഈ ഫ്രണ്ടിലൂടെ കാണുന്നത് ഇവരുടെ ഇവിടുത്തെ കുട്ടികളുടെ ക്വാർട്ടേഴ്സുകളാട്ടോ. അതായത് വീക്കിലി റെൻറ്റ് $500 പറയുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, അത് ചില സമയത്ത് മാറുമായിരിക്കും. പല റൂമുകൾക്കും പല ചാർജാണെന്നാട്ടോ ഞാൻ കയറിയിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയകളൊന്നുമില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഗേറ്റ് കയറി വരുമ്പോഴുള്ള ഒരു എൻട്രൻസ് ആയിട്ടാണ് ഇത്. ഇതാണ് ഫസ്റ്റ് ഗേറ്റ് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റണത്. ഓക്കെ, നേരങ്ങൾ നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് പോകാനുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പോണത്, ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം അടുത്ത് കാണിച്ചു തരാം. നമ്മുടെ നാട്ടുകളിലും നമ്മുടെ കോളേജുകളിലും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വെക്കണതും ഭാവിയിലേക്ക് നമ്മുടെ പിള്ളേരുകളെ വളരെ അച്ചടക്കമായിട്ട് വളർത്താൻ പറ്റുന്ന പരിപാടിയിലേക്ക് മാറും കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു വേസ്റ്റ് ഇടുന്നൊരു ബോക്സ് ആട്ടോ, വേസ്റ്റ് ബോക്സ്. നിങ്ങൾ കാണുന്നുണ്ടോ? അതിൽ പല കുപ്പികളുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, ഒരു ഗ്രേ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, ഡാർക്ക് ഗ്രേ ഉണ്ട്. അപ്പോൾ ഓരോ മോഡലുള്ള കുപ്പികൾ അതാത് ഹോൾ ഇവിടെ വേണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ. അങ്ങനെയാണ്. അതിൻ്റെ അടിയിൽ നല്ല മരങ്ങളുണ്ട്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം കായുണ്ട് ഇതിനകത്ത്. ഇത് നമ്മൾ ഊട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനിപ്പോൾ നല്ല ചെറുതാണ് കാണുന്നത്, വലുതൊന്നും കാണാനില്ലേ. അതിൻ്റെ ഷോർട്ട് വീഡിയോസിലുണ്ടാവും കേട്ടോ, അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്നത് ഇപ്പോൾ ചെറിയ കായകളാണ്, ചെറിയ കായാണ് കാണുന്നത്. പക്ഷെ വലിയ കായകളുണ്ട് കേട്ടോ. ഇതാണ് മരം. അതിൻ്റെ കമൻസ് ഞാൻ ചോദിച്ചിരുന്നു, ഷോർട്ട് വീഡിയോയിൽ ഇത് ചോദിച്ചിരുന്നു, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് ഒരു സൈൻ ബോർഡാണ്. കോളേജിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്, സ്റ്റുഡൻസ് ഹെൽത്ത് ഈ ഭാഗത്ത് കാണുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലേക്കുള്ള ഒരു സൈൻ ബോർഡ് തന്നെ. ഇത് നോക്കിയിട്ട് വേണം നമ്മളതിനുള്ളിലേക്ക് കയറാനായിട്ട്, അല്ലെങ്കിൽ ഒരു അന്തല്ലാണ്ടായിട്ട് പോകട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നത് ചാപ്പലാണ്. ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈ വഴിയോടാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരുകളൊന്നുമില്ല, വെക്കേഷൻ ടൈമാണ് ഈ സമയത്ത്. പോരാ തന്നെ ഞാനിപ്പോൾ ഒരു 4 മണി സമയത്താണ് വന്നിട്ടുള്ളത്. വെക്കേഷനാണെങ്കിലും പിള്ളേരൊക്കെ വന്നിരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇത് ഒരു ചെറിയൊരു തടാകട്ടോ. ഈ കാണുന്നത് ചെറിയൊരു തടാകമാണ്. നല്ല മരങ്ങളാലും നല്ല ചെടികളാലും നല്ല പൂക്കളാലും ഒക്കെ അലങ്കരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ പുൽമേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 24 മണിക്കൂർ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി വണ്ടികൾ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡൻസിന് ഇതിനകത്ത് വരാനും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. മിക്കവാറും ചില സമയങ്ങളിൽ 11-12 മണി വരെ പിള്ളേരെ ഇതിനകത്ത് കാണാറുണ്ട്, വന്നിരുന്ന് പഠിക്കാനുണ്ട്. ഈ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതിനകത്ത് വൈഫൈ ഫുൾ ഫ്രീ ആട്ടോ. ഇതൊരു ചാപ്പലാണ് കാണുന്നത്, ക്രിസ്ത്യൻ ചാപ്പലാണ്. ഇതോട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ചാപ്പൽ കയറി വരുമ്പോഴുള്ള ഒരു ചാപ്പലാണ്. ഇവിടെ ചാപ്പൽ എന്നൊക്കെ എഴുതിയിട്ട് ക്രിസ്ത്യൻ ചാപ്പലായിട്ടുള്ളത്. ഇതിനുള്ളിൽ ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാനും അതിനുള്ള ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത്. ആ ചാപ്പലിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു തടാകമുണ്ട്. ഇവിടെയുള്ള 3 തടാകങ്ങളിൽ ഏറ്റവും ചെറിയൊരു തടാകമാട്ടെ കാണുന്നത്. ഈ തടാകത്തിൻ്റെ ചുറ്റും മരങ്ങളും ചെടികളും പൂക്കളും നല്ല മനോഹരമായിട്ടാണ് അവിടെ അലങ്കരിച്ചിട്ടുള്ളത്. ഈ തടാകത്തിൽ ഇപ്പോൾ ഇവിടെ ഇത് താമരല്ല, ഇതിൻ്റെ പേരെന്താ, താമരയാണോ അല്ല, അതിങ്ങനെ നിറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ലേ, ഒരു യെല്ലോ കളറിലാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇതിൻ്റെ തടാകത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു സ്റ്റാച്ചു ഉണ്ട്, ചെറിയൊരു ഇതാണ്. നിറച്ച് മരങ്ങളും ചെറിയൊരു മരപ്പാലും
മരപ്പാലെന്നല്ല, ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചോക്കണം കേട്ടോ റോട്ടിൽ നിന്ന് തടാകത്തിലേക്ക് ആയിട്ട്. അതുപോലെ തന്നെ ആ വഴിയിലൂടെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു ചുവപ്പ് കളർ അലകളോട് കൂടി ഒരു മരമാട്ടതുള്ളത്. നമുക്ക് മരത്തിൻ്റെ അടിയിലേക്ക് പോകാം. അതിന് നേരെ അപ്പുറത്ത് കാണുന്നത് ഇവിടുത്തെ കുട്ടികൾക്കുള്ള ജിം സ്ഥലമായിട്ടാണ്. ബോഡി ബിൽഡിങ് ജിം. ഓക്കെ, ഇലയൊക്കെ കണ്ടോ? കാണാൻ പറ്റില്ലല്ലേ? ഒരു റെഡിഷാണ് കേട്ടോ അതിൻ്റെ ഇലകൾ. തടാകത്തിന് ചുറ്റാണെങ്കിലും ഇങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിനകത്താട്ടാ കുഴിച്ചിട്ടകത്ത് താറാവിനൊക്കെ ഉണ്ടാ. നമ്മളെ വലിയ പേടിയൊന്നുമില്ല, ഇത് തടാകത്തിലുള്ളതാണ്. നൈസ്. ഇവിടെ നേരെ ചെല്ലി വരുമ്പോൾ എല്ലായിടത്തും ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ സൈൻ ബോർഡ് നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. സൈൻ ബോർഡുകളിൽ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് നോക്കിയിട്ട് വേണം കേട്ടോ പല കാര്യങ്ങളിലേക്കും പോകാൻ. കണ്ട ജിമ്മ് കണ്ട, ജിമ്മാണ് കാണുന്നത്. അതിനപ്പുറത്ത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ നേരെ ചെല്ലുമ്പോൾ സൈഡിലൊക്കെ ഈ തടാകം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കാണാനേ തടാകങ്ങൾ, വലിയ വലിയ മരങ്ങൾ. ഈ കാണുന്നത് അവരുടെ ഒരു യൂണിയൻ ഓഫീസാണ് കേട്ടോ. അത് വൈകാട്ട യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഓഫീസാണ് ഈ കാണുന്നത്. നമ്മുടെ യൂണിയൻ ഓഫീസ് പോലൊന്നുമല്ല. ഈ യൂണിയൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് അലങ്കരിച്ച് അതിന് മുകളിൽ കുറച്ച് ആർട്ട് വർക്ക് ചെയ്ത് രസമാക്കിയിട്ടുണ്ട് അതിൻ്റെ ചുമരും കാര്യങ്ങളൊക്കെ. ആ യൂണിയൻ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഇതാണ്, അതായത് സൂപ്പർ മാർക്കറ്റ് പോലെ സെറ്റപ്പാണ്. പിള്ളേർക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ ലഭിക്കും, അങ്ങനത്തെ സെറ്റപ്പാണ്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഈ കാണുന്നത് ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇത് പുറത്തുനിന്നുള്ള ബസ്സുകൾ ഇങ്ങോട്ട് വരും കുട്ടികൾക്ക് ഇറങ്ങാനും പിക്കാനൊക്കെ ആയിട്ട്. പുതിയ കുറച്ച് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ പണിയുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഓരോരോ ബ്ലോക്കുകളാണ്. അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഓരോരോ ബ്ലോക്കുകൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ കാണിച്ചാൽ പറ്റിയ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ അപ്പുറത്തൊരു സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലെ സെറ്റപ്പ്. ഇത് കുട്ടികൾക്ക് ഇവിടെ സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള ഇതാട്ടോ. ഇതിൽ കൊണ്ടുവന്ന് സൈക്കിൾ ലോക്ക് ചെയ്ത് വയ്ക്കാം, അതിനുള്ളൊരു സൗകര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ ഭാഗത്തും ക്യാമറകളുണ്ട്, അതുകൊണ്ട് ആക്ടിവിറ്റീസ് പലതും നടക്കത്തില്ല. ഇത് കോളേജിൻ്റെ ഇതാട്ടോ. ഓരോരോ ഇതുകളാണ് ബോർഡ് കണ്ടോ, വില്ലേജ് ഗാർഡൻ, ടീ ഷോപ്പ്, അങ്ങനത്തെ പല സംഭവങ്ങളുണ്ടോ. ഇതൊക്കെ ഒരു കോളേജിൻ്റെ ഉള്ളിലാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളേജാണെങ്കിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും എന്നുള്ളതാട്ടോ എൻ്റെ ഒരു കൂടുതൽ രസമായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു സൈൻ ബോർഡ് കേട്ടോ നിങ്ങൾ. ഇപ്പം നമ്മളെവിടെ നിൽക്കുന്നതെന്നുള്ളതും ഇതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ യുവർ ഹിയർ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ മറ്റേ ചാപ്പലൊക്കെ പറഞ്ഞത് ഇതായിരുന്നു. ഈ ഒരു മരത്തിൻ്റെ ഇല നിങ്ങൾ ശ്രദ്ധിച്ചോ? മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് നേരിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നത്. മുടക്കായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരുമില്ല. നമുക്ക് നടക്കാം. അടുത്തൊരു സൈൻ ബോർഡ് ഉണ്ട്. ആ സൈൻ ബോർഡ് വായിക്കുമ്പോഴാണ് ഇത് ഏത് ബ്ലോക്ക് എന്ന് കണ്ട, ബേസ്മെൻറ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്താന്നുള്ളതൊക്കെ. ബിൽഡിങ്ങിന് മുകളിൽ എസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
പിക്ചർ നോക്കിയാൽ ചുമരുമേ നൈസ്. വൃത്തികേടോ സംഭവങ്ങൾ എഴുതിയിട്ടില്ല കേട്ടോ. എസ് ബ്ലോക്ക് എൻട്രി എന്താ, എസ് ബ്ലോക്ക് ബിൽഡിംഗ് അല്ല് സേഫ്. എല്ലായിടത്തും ഇങ്ങനെ സൈൻ ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടേക്ക് പോകണ്ടെന്നോ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ഇത് കണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയം കേട്ടോ. അതിൽ കയറി പോകാനുള്ള സ്റ്റെപ്പുകളും വഴികളൊക്കെയാണ്. ഇതൊരു ഓഫീസാണ്, മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് പാന്നാണ്. നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വശം വിടില്ല കേട്ടോ, മുകളിൽ പോയിട്ടാണ്. ആ ഫ്രണ്ട് വശം പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് സ്റ്റെപ്പ് ഒന്ന് കയറി അവിടെ എത്തുമ്പോഴേക്കും കത്തിക്കും. അവിടെ ഒന്ന് ഞാൻ കാണിക്കുന്നില്ല, അവിടെ തിരി കാണിക്കാം. കയറിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ചെറുതായിട്ട് ഒരു അരുവി സെറ്റപ്പ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുകളിലേക്ക് കയറി പോകുമ്പോഴുള്ളൊരു വ്യൂ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തു പോകുന്നുള്ളൂ. ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞത് അരുവി പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മുകളിൽ. ഇത് അവിടുത്തെ ബിൽഡിങ്ങാണ്. ഇത് സ്റ്റുഡൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കേട്ടോ. ഇത് പേരാണിത്. ഇവിടെ നിന്നാണ് ആ എന്ന് പറഞ്ഞത്. അതായത് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെയാണ്. ഓഡിറ്റോറിയം കേട്ടോ എന്ന് പറയാൻ ഉദ്ദേശിക്കണത് ഇവർ. ഇവിടുത്തെ ഓരോ ഫങ്ഷനുകളും ഓരോ കാര്യങ്ങളും കുട്ടികളുടെ മറ്റേ എല്ലാ പരിപാടികളൊക്കെ ഫങ്ഷനൊക്കെ നടത്തുന്നത് ഇവിടെയാണ്. ഉണ്ടാ ഇതാണ് ഉള്ളി കടകളുടെ ഗേറ്റ്. നമ്പർ ലോക്കാണ്, നമുക്ക് കയറാൻ പറ്റും. വൺ സെറ്റപ്പാണ്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശം കാണിച്ചാലോട്ടെ ഞാൻ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശം കാണുന്നവരെ ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ആ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം. ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ, മൗറികളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ന്യൂസിലാൻഡ് കൊടി ഇവിടെ പാറി പറക്കുന്നുണ്ട്. അയ്യോ, പാറി പറക്കണില്ലല്ലോ. പറക്കടാ, പറക്ക് പാറി പറക്കണ കാണാല്ലേ? ആ പറക്കുന്നുണ്ട്. പാറിയിട്ടെന്നല്ല, പറക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്തുട്ടാലേ വൃത്തികേടുകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോളേജുകളുടെ ഫ്രണ്ട് വശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മുടെ പാർട്ടികളുടെ പേരും സംഘടനകളുടെ പേരും പിള്ളേരുടെ ഫ്ലക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര നീറ്റായിട്ടോ ഇവിടെ എല്ലാതും. ഒരു മ്യൂസിയം കാണാൻ വന്ന പോലെ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കിയാൽ മരത്തിൻ്റെ ഇരിക്കാനുള്ളത് മാത്രമല്ല, കിടക്കുള്ള സെറ്റപ്പ് വരെയുള്ള കേട്ടോ. ഇവിടെ കണ്ടോ ഇതിൻ്റെ എൻട്രൻസ് ആയിട്ടാ കണ്ടത്. എന്ത് രസമല്ലേ. ചെറുതും തല്ല കേട്ടോ, നല്ല വലിപ്പമായിട്ട് സാധനം. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ അവിടെ നിന്ന് കയറി വരുമ്പോൾ കിളി പോണ രീതിക്ക് കേട്ടോ. അടുത്തുള്ള ബിൽഡിങ്ങുകളും ഒരു പാറക്കഷ്ണങ്ങളാണ്. ഇത് കൊണ്ടുവച്ചാണോ ഇവിടെ ഉണ്ടായിരുന്നാണോ എന്നറിയില്ല. എന്തായാലും ഉണ്ടല്ലോ എന്തൊരു രസമായിട്ടെന്നറിയോ ചെയ്തിരിക്കണത്. ഇവിടെ മൊത്തം ഇങ്ങനെ വിറക് പുള്ളികൾ കൂടിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ സ്മെല്ല് വരാതിരിക്കാനായിരിക്കും ചില വിലകളൊക്കെ വീണിട്ട് പൊട്ട മണങ്ങൾ വരാതിരിക്കാൻ ഇങ്ങനെ ഞാൻ കയറിയിട്ടുണ്ട്. നമ്മൾ ഈ കോഴിക്കോടിനുള്ളിലൊക്കെ നാട്ടിൽ കോഴിക്കോടിനുള്ളിലൊക്കെ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വിറക് പൊടി ഇടില്ലേ, അതുപോലെ ഇടണതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം ഒരുപാട് പക്ഷികളുണ്ടല്ലോ ചിളക്കാട്ട വീണ് ആ പൊട്ട സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യണതാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത സൈൻ ബോർഡ് കണ്ടോ, ഇഷ്ടംപോലെ സൈൻ ബോർഡുകളാട്ടോ ഇവിടെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഇത് കോളേജിൻ്റെ ഉള്ള റോഡല്ല കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് കോളേജിൻ്റെ സ്ഥലമാണ്. കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടേതായ ഒരുപാട് സംഭവങ്ങളാണ്. പക്ഷേ ഈ കാണുന്ന റോഡ് പ്രൈവറ്റ് റോഡാട്ടോ. പ്രൈവറ്റ് അല്ല, സോറി, ഗവൺമെൻറ് റോഡ്. പ്രൈവറ്റേ അടിപൊളി. സാധാരണ ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിൻ്റെ റോഡാണ് ഇത്.
പക്ഷേ ഇതോടെ ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് കോളേജിൽ നിന്ന് ഈ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സീബ്ര ലൈനൊക്കെ ഉണ്ട്. പക്ഷേ പ്രയോറിറ്റി ഇവിടെ കുട്ടികൾക്കാണ്, വണ്ടികൾക്കല്ല. എന്നുവെച്ചാൽ അവർ വരാണെങ്കിൽ എത്ര സ്പീഡിൽ വരണ വണ്ടിയാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. 25 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിനകത്ത് ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ള സൈൻ ബോർഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ബാംഗ്ലാട്ടോ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പായുടെ, അതായത് മറ്റേ എന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ, അതിന് പുറത്തുള്ള വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡ്. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും എല്ലാത്തിനും കാണിക്കാൻ വേണ്ടി സൈൻ ബോർഡ് ഉണ്ട്. വേണ്ടത് ഇത് മറ്റേ ഗവൺമെൻറ് റോഡാണ്, സാധാരണ റോഡാണ്. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും യൂണിവേഴ്സിറ്റിയാണ്. കണ്ട ബോർഡ് കണ്ട, ഇതായിരിക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് കാണുന്ന ബോർഡ്. ഇതാ യൂണിവേഴ്സിറ്റി ഓഫ് വൈകാട്ടോ. ഇവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും എന്താ റൗണ്ട് അബൌട്ട് എന്ന്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വീടുകൾ പ്രൈവറ്റ് വ്യക്തികളുടെ വീടാട്ടോ. റോഡിൻ്റെ ഇപ്പുറത്ത് യൂണിവേഴ്സിറ്റി, അപ്പുറത്ത് വീടുകളുടെ അപ്പുറത്ത് വീണ്ടും യൂണിവേഴ്സിറ്റി. ഞാൻ ആലോചിക്കായിരുന്നേ, ആ വീട്ടുകാരുടെ ഒരു കാര്യമായി, ഒരു കോളേജിനകത്തൊരു വീട് എന്തായിരിക്കില്ല അതിൻ്റെ അവസ്ഥ. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പ്രതി വന്നു. ഇവിടേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊരു ഭാഗം എന്ന് പറയണത് ഇത് കണ്ടോ നിങ്ങൾ, വൈകാട്ടോ മാനേജ്മെൻറ്റ് സ്കൂളല്ല, അത് കാണാല്ലേ ബോർഡ് കണ്ടോ. സ്കൂളല്ല, അവരുടെ ഓരോ സെക്ഷനുകൾ അങ്ങനെ ഓരോ പേരുകളാണ് അവർ പറയണത് കേട്ടോ. അതിനിപ്പുറത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, വണ്ടൻ കൂറ്റൻ ബിൽഡിങ്, അവിടെ എഴുതിയിട്ട് വേണ്ട. ഇത് ലോ കോളേജാണ്. ഉണ്ടോ, ഇവിടുന്ന് കുറേ വക്കീലന്മാർ ഇറങ്ങാനുള്ളതാണ്. നൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ പ്രകൃതി കൂടി നോക്കിയാൽ എന്താല്ലേ. നമുക്കിനി അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാട്ടോ. കോൺവെക്കേഷൻ കിടക്കുന്നത് ഇവിടെ കേട്ടോ, നമ്മുടെ പാൻ്റെ അകത്താണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, പിള്ളേരുടെ അല്ലെ പരിപാടി നടക്കുന്നത് അവിടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നല്ലോ സംഭവം ഒന്ന്. ഓക്കെ, നമുക്കിനി അപ്പുറത്ത് മാതിക്ക് പോവാം. ഇതിവിടെ കാണിക്കണ ഒരു ബോർഡ് കണ്ടെങ്കിൽ എൻട്രൻസ് 7. ഞാൻ പറഞ്ഞില്ലേ 10-12 10 എൻട്രൻസ് ആയിട്ടുള്ളത്. അതിൽ എൻട്രൻസ് 7 ഇവിടെയാണ്, ഇതിനുള്ളിൽ കൊണ്ട്. എൻട്രൻസ് 7 എന്ന് പറയുമ്പോൾ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് എന്താ, നമ്മുടെ മറ്റേ ഇത് നമ്മുടെ ലോ കോളേജാണ്. പിന്നെ എൻട്രൻസ് 8 വഴി പോകുമ്പോൾ ഇവിടെ ഉണ്ട് എൻട്രൻസ് 8 പോകാനുണ്ട്. എൻട്രൻസ് 8 അങ്ങനെ ഓരോ എൻട്രൻസും അങ്ങനെയാണ്. നമ്മൾ കയറി വന്ന എൻട്രൻസ് 1 ആട്ടോ, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഇത് കോളേജിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്കൂളാണ് കേട്ടോ, സെൻറ്റ് ജോൺസ് സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. കോളേജിൻ്റെ ഭാഗമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമല്ല കേട്ടോ അത്. പക്ഷേ ഇതിനടുത്തുള്ള എൻട്രൻസ് 9ൻ്റെ അടുത്താണ് ഈ സ്കൂള്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻട്രൻസ് 9 പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കൂടെ ആ സ്കൂൾ കൂടിയും പരിചയപ്പെടുത്തുന്നുള്ളൂ. സൈക്കിളാണ് നിങ്ങൾ, എൻട്രൻസ് 9 ആണ്. ഇത് ജി എന്ന് എഴുതിയ പറയാനുണ്ടോ, ഇതാട്ടെ ജി ബ്ലോക്ക്. ABCDEFG എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് 6 ആണ്, വായിക്കാൻ പറ്റുന്നുണ്ടോ, 6 ബ്ലോക്ക്. ഏതേത് ബ്ലോക്കാന്ന് അവർ വേണമെന്ന് പറയുമ്പോൾ ആ ബ്ലോക്കിലേക്ക് വേണം പോകാനുണ്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കൂടെ സെറ്റപ്പ്. ഇവിടെയും ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അവിടെ കുറേ മൗറി രീതിയിലുള്ള കുറേ S ബ്ലോക്കിൻ്റെ അടുത്തുണ്ട്. S ബ്ലോക്ക് കണ്ട കുറേ മനോഹരമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ സ്റ്റെപ്പിന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് ഇടും. നമ്മൾ അവിടെ കാണിച്ചില്ല അതുപോലെ ഇതിലിപ്പോൾ ഇവിടെ എഴുതി നോക്കണുണ്ടോ, അത് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവുള്ളല്ലോ. 1 2 3 അതിന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, റീസൈക്ലിംഗ് ക്യാൻസ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്നുള്ളത് ഇത് ഇവിടുത്തെ മൗറി ഭാഷ കേട്ടോ. അത് മൗറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. എന്ത് ഇംഗ്ലീഷിൽ എഴുതിയാലും അതിൻ്റെ അടുത്ത് ഒരു മൗറി കൂടി എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിനിടയ്ക്ക് ഒരു സെക്യൂരിറ്റി വന്നിട്ടേ
എന്നോട് എന്തൊക്കെയോ ചോദിച്ചു കേട്ടോ അവരുടെ ഭാഷയിൽ. ഇംഗ്ലീഷാണ്, കുഴന്നിരിക്കും. എന്തൊക്കെയോ പറഞ്ഞു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കേട്ടോ. ഇത് കോളേജിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം കേട്ടോ. കാണുമ്പോൾ ഒരു കാട് ഫീൽ ചെയ്യണില്ലേ? കാടല്ല, ഇത് കോളേജിൻ്റെ അകത്തുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ കോളേജിൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ അത് ഉണ്ടാവില്ല. ഇവിടെ എല്ലാത്തിനും അതിൻ്റേതായ ആൾക്കാർക്ക് അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അവർ ഇതൊന്നും ഇവിടെ എന്ത് കാട് എന്ത് മണ്ടാന്ന് പറഞ്ഞാലും ആൾക്കാർ ഭയങ്കര ഡീസൻ്റ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കണ്ടാ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ ഇവിടെ അതിനകത്ത്? ഞാൻ വന്നിരിക്കില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. പക്ഷെ ഇതിനുള്ളിൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവകാരികളായി ഒന്നുമില്ല. കാട്ടുപട്ടിയാ, പൂച്ചയാ, താറാമന, പൂച്ചല്ല, നമ്മൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കണ ഒരു സാധ്യത ഇതിനകത്തില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കൻ കാടില്ലേ, പക്ഷെ കോളേജിൻ്റെ ഉള്ളിലാട്ട് ഈ കാണുന്നത് നിങ്ങൾ. എൻ്റെ മോനെ, ഇവിടെയൊക്കെ വന്നിരിക്കാം. ഇത് വേറെ വഴി കണ്ടാ, ഈ വഴി വേറെ. അങ്ങോട്ട് സ്റ്റെപ്പ് കണ്ട, ഇറങ്ങി പോണ സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പേടിയാവുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാവുന്നുണ്ടോ ചെല്ലിയ. പക്ഷെ ജായ് സെറ്റപ്പാട്ടാ. ജാതി കാട് പോലെ കേട്ടാ. എൻ്റെ അമ്മേ, വഴി കണ്ട നിങ്ങൾ? ഇതിൽ കാണുമ്പോൾ നല്ല വെളിച്ചത്തിൽ കാണാട്ടാ. ഇങ്ങനെ നല്ല കേട്ടാ, നല്ല ഇരുട്ട് പോലെ കേട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, ഒഴുകി പോകുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് ലൈറ്റ് ഉണ്ടാവും അവിടെ ഞാൻ പ്രതീക്ഷിക്കണേ. ഇപ്പോൾ നല്ല വെളിച്ചമുള്ളത് കൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. സ്ഥലമൊക്കെ ഉണ്ട് ഒക്കെ ഇരിക്കാനുള്ളത്. പക്ഷേ ഇതിനകത്ത് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നൊരു പിള്ളേർ വന്ന് ഇരിക്കുകയെ വേറെ കുലിസിത പ്രവർത്തനങ്ങൾ നടക്കുകയെ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവത്തില്ല എന്നാട്ടൊരു പറയണം. കാരണം ഇവിടെ അതിനുള്ള ഫ്രീഡം ഉണ്ട്, എല്ലാത്തിനുള്ള ഫ്രീഡമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാട് കണ്ടു ഒളിച്ചിരുന്നു അങ്ങനത്തെ സ്കീമൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഏത് കാട്ടുമുക്കിനകത്താണെങ്കിലും വേസ്റ്റ് ഇടാനുള്ള ബിന്നുണ്ട് കേട്ടോ. അയാളുടെ ഉദാഹരണമാണ് ഇവിടെ കണ്ട ബിന്നു വെച്ചോണം കണ്ട, നൈസല്ലേ? വഴി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകണം, വീണ്ടും ഇങ്ങനെ വളഞ്ഞ് പോവുക. ആഫ്രിക്കൻ കാടുകളിലൂടെയുള്ള യാത്ര. ചെറിയൊരു പാലം. ഏയ് നിങ്ങൾ പറഞ്ഞോ, ഈ വെള്ളം ഇവിടെ ഒഴുകി പാലത്തിനോട് ഇവിടെ ഒഴുകി ഇങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകും. പാലാട്ടാ കണ്ടത്, സൗണ്ട് കേട്ടാ. അത് പാലായിരുന്നു. ഇവിടെ ഞങ്ങളുടെ റോഡാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇരിക്കാം, പണിയൊക്കെ എടുക്കാം. തിരിഞ്ഞു അതുപോലെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വൈകാട്ട യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാട്ടാ. എന്തൊക്കെ കാണാൻ കിടക്കണം ഇതിനകത്ത്. ഇതൊന്നും ഫുള്ളായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും തോന്നണില്ലേ. കാരണം ഒരു ഭാഗത്ത് വേറെ ഭാഗത്ത് എത്തുമ്പോഴേക്കും വയ്യാണ്ടാവും, ക്ഷീണിക്കും. എന്തായാലും ചിലപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പല പിള്ളേരുകളും ഈ ഭാഗത്തു നിന്ന് വന്നിട്ട് പോലും ഉണ്ടാവത്തില്ല. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നടന്നിറങ്ങിയെന്ന് മാത്രം. പട്ടയൊക്കെ കാണുന്നുണ്ട്, തെങ്ങുണ്ട് ഇവിടെ ഉണ്ടാ. ഇവിടെ നിറച്ചും മറ്റേ സ്മെല്ലാട്ടെ, എന്തൊക്കെയോ സ്മെല്ലുകളാണ്, നല്ല ഔഷധ ചെടികളുടെ സ്മെല്ലൊക്കെ വേണ്ടിയിട്ട് ഇവിടെ. യെസ്, ഇവിടെ നമ്മളെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി
ഇവിടെ കോളേജിനകത്ത് ഉള്ള റോഡാണെങ്കിൽ കൂടെ ഇതിനകത്ത് പിള്ളേരുടെ വണ്ടികൾ കൊണ്ടുപോകുമ്പോഴൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. സ്പീഡ് 20-ന് മേലെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴാണെങ്കിലും പിള്ളേർ ക്രോസ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. നൈസ്. ഇതെന്താ മനസ്സിലായ? അലോവേര. നമ്മൾ ചെറുതല്ല കണ്ടിട്ടുള്ളൂ, അതിൻ്റെ കൂട്ടം കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആ സാധനം. ഒരെണ്ണം നല്ല കേട്ടോ, അപ്പുറത്തും കയറിയുണ്ട്. അങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോഴേ ദേഹം എടുക്കണു വീണ്ടും യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കോട്ടോ. ഇതെന്താ കഥ? എത്ര ഉണ്ട് ഇത്? അടിപൊളി. വേണ്ട, സൈക്കിളൊക്കെ ഉള്ളതാട്ടത്. സിമ്പിളല്ലേ? എന്തൊക്കെയോ ഇവിടെ ഉണ്ട് കേട്ടോ. ഓ, ഇരുമാരം നോക്കിയാൻ എന്താല്ലേ, എനിക്കിഷ്ടമായി. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ബോർഡുണ്ട്, സൈൻ ബോർഡ് വായിക്കാം. വീട്ടിൽ വിളിക്കാൻ പാടില്ലെന്നൊക്കെ എഴുതിന് കേട്ടോ. ആ ഈ ബ്ലോക്കാണ് സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ബ്ലോക്ക് കേട്ടോ. ആ എൻജിനീയറിംഗ് കോളേജ് പറഞ്ഞില്ലേ നമ്മുടെ യൂണിവേഴ്സിറ്റിനകത്തുള്ളത്, അതിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്രൗണ്ട് കണ്ടോ. ഇതങ്ങനെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറയുമ്പോൾ എന്ത് ബ്രാസുള്ള പരിപാടിയെന്ന് അറിയോ? പുൽമേടാണ്, പുൽമേട്. കോളേജിനകത്ത് പിള്ളേർക്ക് വന്നിരിക്കാനും ഉള്ള സെറ്റപ്പാട്ടാ. ഗ്രൗണ്ടും കാര്യങ്ങളും വേറെ ലെവലാണ്. ഇതാണ് അവിടെ IT ബ്ലോക്ക്. എൻജിനീയറിംഗ് അല്ല, IT. ഇത് ഇവിടുത്തെ ഒരു കഫേ ആട്ടോ. ഇവിടെ കോളേജിനകത്തുള്ളതാണ്. ഇതിന് ഒരു പേര് ഗ്രീൻ വില്ലേജ് എന്നാണ് കേട്ടോ. ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 തടാകങ്ങളുള്ളത്. ഇതിലൊക്കെ ആൾക്കാർക്ക് നടക്കാനോ ഇരിക്കണമെന്ന് അറിയില്ല. ചെറിയ സ്റ്റേജ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് ചായ, കോഫി, വീട്ടിൽ എന്തെങ്കിലും സമൂസ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റപ്പ് ആവും. ഇതൊരു തടാകം കണ്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തടാകം കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 തടാകമാട്ടോ അതിനകത്തുള്ളത്. കറച്ചിലാട്ടോ താറാവിൻ്റെ ജസ്റ്റ് പിന്നെ ഉണ്ടോ. യെസ്, ഒരു പാർക്കേ വന്ന പോലല്ലേ ഒരു കോളേജ് വന്നപ്പോൾ. ഇതാണ് ഇവിടെ വൈഗാട്ട യൂണിവേഴ്സിറ്റി കോളേജ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇനി ഇരിക്കാം. ഇങ്ങനെ കാര്യം കരിച്ചിന് ഇരിക്കാം. ഇതൊക്കെ ഇങ്ങനെ കാണാം. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാം. താറാവിനൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നത് തേങ്ങ പിടിക്കാൻ പറ്റും. ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാം. ഇവിടെ വന്നിട്ട് വർത്താനൊക്കെ പറയാം. ഇങ്ങനെ നടന്നു വന്ന് ഈ തടാകത്തിൻ്റെ ഉള്ളിലൂടെ ഇവിടെ മൗറി സംസ്കാരത്തിനെ കാണിക്കുന്ന ഒരുപാട് സിമ്പിളുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ? നൈസ്. ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് വെറുതെ ചൂണ്ടിടാനൊന്നും പറ്റില്ല. വെറുതെ വന്നിരിക്കാം, സുഖമായിട്ടിരുന്ന് വായി നോക്കാം. വായി നോക്കാനുള്ളതായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല, എന്നാലും നോക്കാമല്ലോ. കോളേജിനകത്ത് തടാകം, തടാകത്തിനകത്ത് താറാവും മീനും. അപ്പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഇപ്പം ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഞാൻ കയറി നിൽക്കട്ടെ, അല്ലെങ്കിൽ പനി പിടിച്ചു കഴിഞ്ഞാൽ വയ്യാണ്ടാവും. ചിരിച്ചു വയ്യാണ്ടാവും. നമ്മൾ അവിടെ നിന്നാട്ടോ വന്നേ. അവിടെ നിന്നാണ് ഞാൻ വന്നത്. ഇതാണ് മറ്റേ ഗ്രീൻ വില്ലേജ് എന്ന് പറഞ്ഞത്. കഫേയാണ് കേട്ടോ അത്. ചായ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഡ്രസ്സൊക്കെ വെച്ചോണ്ട് അവിടെ. ഷോപ്പിംഗ് മാള് പോലെ സെറ്റപ്പ് ആട്ടാ. പറയുമ്പോൾ കോളേജാണ് പക്ഷെ അടിപൊളിയാണ്. ഒരു മടുപ്പില്ലാത്ത സ്ഥലം.
എന്തോരം കണ്ടാലും തീരാത്തൊരു സ്ഥലം. അതാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതുകൂടി കാണിച്ചു തരാം. അവർ വന്നാലോ നമ്മൾ വേഗം മഴയെ കൂടി തുടങ്ങി. തോപ്പി വെച്ച് നടക്കണേ. യെസ്, ഒരു ഓക്കെ. ഇത് കോളേജിൻ്റെ അകത്തുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ. ക്രിക്കറ്റ്, ഫുട്ബോള് അങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ ഫുട്ബോൾ കോർട്ടുണ്ട്. ഫുട്ബോൾ സമയമാകുമ്പോൾ അത് കളിക്കാനുള്ള സെറ്റപ്പിലുള്ളതുണ്ട്. ക്രിക്കറ്റിൻ്റെ പിച്ച് അവിടെ ഉണ്ട്. ഓക്കെ, അതിന് ചുറ്റും ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ഇന്ത്യ ന്യൂസിലാൻഡിൻ്റെ കളി ന്യൂസിലാൻഡിൽ വരുമ്പോൾ ആൾക്കാർ ഗ്രൗണ്ടിൽ ഇരിക്കാനുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ പുൽമേടുകളിലായിരിക്കും. 2 മോഡലും ഉണ്ട്. ഇങ്ങനത്തെ ഗ്രൗണ്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മിക്കവാറും. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവിടുത്തെ ഇങ്ങനത്തെ ഗ്രൗണ്ടുകളൊക്കെ ആണല്ലോ. അത് ഇവിടെ കോളേജ് ഗ്രൗണ്ടിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. മറ്റേ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. ഓക്കെ, അവിടെ 1-2 പിള്ളേരോടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹൈ ജമ്പിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ പിച്ച് ഞാൻ കാണുന്നത് പിച്ചാണ്. അവിടെ പിച്ചുണ്ട്. നല്ല മഴയായി. ഞാൻ വീണ്ടും കയറട്ടെ, അല്ലെങ്കിൽ വല്ല പനി വന്നാലേ വയ്യാണ്ടാവുകയാണ്. ആരുടെ കാട്ടുണ്ട് നൈസല്ലേ. ഇതൊക്കെ ഇങ്ങനെ കേട്ടുന്നുണ്ട് കളി കാണട്ടെ. എന്ത് രസമായിരിക്കും. ഓ പിന്നെ പറയാൻ വിട്ടു പോയി, ഈ കോളേജിൻ്റെ അപ്പുറത്തെ സൈഡുണ്ടല്ലോ, ഇതാ കാണുന്നത് ആ ഭാഗത്ത് പബ്ബാണ് കേട്ടോ. കോളേജിൻ്റെ തന്നെ ചെറിയ ബാർ സെറ്റപ്പൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. എല്ലാ പരിപാടി ഉണ്ടല്ലോ കോളേജിനകത്തെന്നല്ല ചോദിക്കണേ. എന്താ ചെയ്തത്? അതെ, ഈ കോളേജിനകത്ത് എല്ലാം ഉണ്ട് മക്കളെ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായി പിച്ച് കാണാൻ പറ്റും. നേരത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ. കണ്ട പിച്ച് കണ്ട നിങ്ങൾ? യെസ്, ആണ് ഗ്രൗണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നപ്പോഴാണ് ആ പിച്ച് ശരിക്കും എടുത്ത് കാണിക്കണേ. നേരത്തെ കാണാൻ പറ്റണമെന്നില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡില്ല കേട്ടോ പബ്ബൊക്കെ പറഞ്ഞു ഞാൻ. ഇതാണ് ടീച്ചിങ് ബ്ലോക്ക്, എഡ്യൂക്കേഷൻ ബ്ലോക്ക് അല്ലേ? എഡ്യൂക്കേഷൻ ബ്ലോക്ക് അല്ലേ? ആ, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ട്, ഇവിടെ ബ്ലോക്ക്, TC ബ്ലോക്ക്. ഇതാണ് വൈകാട്ട യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയും പിന്നെ ഓഫീസും സ്റ്റുഡൻറ്റ് സെൻറ്റർ ഒക്കെ ഇതാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിന് ഇതാണ് ഇവർ പറയണത് വൈകാട്ട യൂണിവേഴ്സിറ്റി ഹാർട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഹാർട്ടല്ലേ ഇത്? ഇതാട്ടെ ഹാർട്ട്. ഹാർട്ട് ഇത്തിരി സൂം ചെയ്ത് കളിക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുറേ നടന്നു. ലാസ്റ്റ് നമ്മൾ സയൻസ് ബ്ലോക്ക് കൂടിയും നിങ്ങളെ കാണിച്ചിട്ട്, കാണുന്ന സയൻസ് ബ്ലോക്ക് നിങ്ങളോട് കാണിച്ചിട്ട് ഇരിക്കാനുള്ള ചിലപ്പോൾ കണ്ട നിങ്ങളോട് കാണിച്ചിട്ട് പോവാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണാം. മരത്തിൻ്റെ വലിപ്പം കണ്ട. ഞാൻ ഒരു 3 ആൾ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വട്ടത്തില്ല കേട്ടോ. ആ വട്ടത്ത് 3 ആൾ പിടിച്ച് കഴിഞ്ഞാൽ വട്ടത്തും മരം കാണാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ നമുക്ക് കാണിച്ചല്ലേ അവിടെ യൂണിയൻ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇത് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പോകുന്ന സെക്യൂരിറ്റികളുടെ വണ്ടിയാണ് കേട്ടോ. ഒരെണ്ണമല്ല, ഇത് കുറേ ഉണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് പുറത്ത് കണ്ടത് ഞങ്ങൾ കാണിച്ചാണ്, പക്ഷെ ഒന്നുകൂടി കാണിക്കാനുണ്ടോ. ശരി, എന്നാൽ ശരി കേട്ടോ.